ഞാൻ അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിലാണ്? ആ, പാടത്ത് പോയി പുല്ല് വെട്ടിക്കൊണ്ട് ആർന്ന് കൊടുക്കണം അഗ്രികൾച്ചർ. അയ്യോ, ഇപ്പൊ കാണണമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെടാൻ ഞാൻ പരമശിവനല്ല. കുഴപ്പമില്ല. ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ പേഴ്സണൽ തട്ടുകടയാണ്. അതെ അല്ലേ? നമുക്ക് സിനിമ കാണുമ്പോൾ ദോശ ചുട്ട്. ഇത് ഭയങ്കര ആംബിയൻസ്. കാര്യം ഗാർഡനിൽ ഇങ്ങനെ ഒരു തട്ടുകടയും. ശരിക്കും ഇത് വഴിയോരമല്ല, തട്ടുകടയല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ അടുത്ത എപ്പിസോഡ് ഗാർഡനിൽ വെക്കുന്ന അല്ലെങ്കിൽ വെളിമ്പ്രദേശത്ത് വെക്കുന്ന സ്ക്രീനും ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ കണമ്പായി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രീന് അതിൽ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് അദ്ദേഹമായിട്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് കണമ്പായിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. ആയിക്കോട്ടെ. പിന്നെ ഈ ഗാർഡൻ ഇതെങ്ങനെ ഈ ആശയം ഉണ്ടായത്? അതൊരു വലിയൊരു ആശയം ഉണ്ടായെന്ന് ചോദിച്ചാൽ, എനിക്ക് മേളിൽ തിയേറ്റർ നമ്മൾ കണ്ടല്ലോ, കണ്ടു, മെയിൻ തിയേറ്റർ കണ്ടു. അപ്പൊ അതിനകത്ത് നമ്മളൊരു സിനിമ കാണുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കറണ്ട് ചാർജും ഒക്കെ ചില AC ഒക്കെ ഇട്ട് ഒക്കെ വേണം. അതെ അതെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഒരുപാട് കാണുന്ന ആളാണ്. എനിക്ക് സത്യം മാഷൊക്കെ ഭയങ്കര ഇഷ്ടം. അതിന്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ പറഞ്ഞു കേട്ട് പണ്ട് തൊട്ട് നമ്മുടെ മനസ്സിൽ കയറിയ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ ആരെങ്കിലും കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ കഴിയുന്ന സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വൈകുന്നേരം ഈ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പഴയ പാട്ടുകൾ മാത്രം, വടക്കം പാട്ടുകള്. ഓ ശരി. ഗാർഡനിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിരിക്കും. പിന്നെ പിള്ളേർക്ക് അത് വലിയ താല്പര്യമില്ല. അമ്മയൊക്കെ ഇരിക്കും, വൈഫ് ഇരിക്കും. അവര് വേറെ ഭയങ്കര മൂടാ. പിന്നെ ഈ തട്ടുകട എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിലുള്ള തട്ടുകടയല്ല, നമ്മളുടെ ആവശ്യത്തിന് നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേനെ ഒരു ദോശയൊക്കെ ചുട്ട് ഒരു ഓംലെറ്റ് ഒക്കെ, കുടുംബമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിരുന്നില്ലേ? അപ്പൊ അങ്ങനെ അത് ഭയങ്കര ആംബിയൻസ് കേട്ടോ. കാരണം ഈ ഒരു സംഭവം ഇതൊക്കെ ആയിട്ട് വലിയ ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പം ഈ ഔട്ട്ഡോറിൽ വെക്കുന്ന ആ സ്ക്രീന്, ഇത് നമ്മളിപ്പോ എത്ര ആൾക്കാരിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ ആവശ്യപ്പെടുന്നവരുണ്ടാവുമല്ലോ? ഇത് കുറച്ച് ആൾക്കാരിലേ പോയിട്ടുള്ളൂ. കാരണം ആൾക്കാർ ഇതിനെപ്പറ്റി അങ്ങ് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മാച്ച് നടക്കും, അല്ലെ ഒരു ക്രിക്കറ്റ് മാച്ച്, അല്ല ഫുട്ബോൾ മാച്ച്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. കുറെ ആൾക്കാർ ഇപ്പൊ എന്റെ തിയേറ്ററിലാണ് എനിക്ക് 8 പേര് കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. ഓ ശരി ശരി ശരി. ഇവിടെ വേണമെങ്കിൽ ഒരു 50 പേർക്ക് വേണ്ടി ഇരിക്കാം. ഇതിപ്പോ ടാറിട്ട റോഡാണ്, ഇവിടെ ഇരിക്കാം. അവിടെ പുല്ലാണ്, അവിടെ ഇരിക്കാം. അങ്ങനെ ഒത്തിരി പേർക്ക് ഇരുന്ന് കാണാൻ പറ്റും. എല്ലാരും കൂടെ ഇരുന്ന് കാണുമ്പോ വേറൊരു വൈബാണല്ലോ. ആള് കൂടുമ്പം പണ്ട് ചേട്ടനൊക്കെ അറിയായിരിക്കില്ല, പണ്ട് വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോ ചിലപ്പോ അടുത്തങ്ങ് ഒരു വീട്ടിലെ TV കാണത്തുള്ളൂ. അതെ അതെ അതെ. അവിടെ എല്ലാരും കൂടെ പോയിരുന്ന് പണ്ട് ഈ രാമായണ മഹാഭാരതം ഒക്കെ കാണുന്ന സമയം ഓർക്കുന്നുണ്ടോ ചേട്ടൻ? ബ്ലാക്ക് ആൻഡ് വൈറ്റില് തമ്പുരാനെ. അല്ല, എനിക്ക് TV ഇല്ലഞ്ഞിട്ട് ഞാൻ അയലോകത്ത് ഒരു 3-4 വീടിനപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ വീടാ. അവിടെ പോയി ജനല് വഴി നമ്മളിത് കാണുമ്പോൾ അവിടുത്തെ അച്ഛന് ദേഷ്യം വരും, പുള്ളി ഓഫ് ചെയ്യും. നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് തിരിഞ്ഞു പോകും. പിന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ണപ്പൻ പറഞ്ഞപ്പോഴേ വേൾഡ് കപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞതിന്റെ ഒരു 3-4 പ്രാവശ്യത്തിന് മുമ്പുള്ള വേൾഡ് കപ്പ് ഞാൻ സ്ഥിരം കാണുന്ന TV-ലൊക്കെ പോയി കുറെ പേരൊക്കെ ആയിട്ടിരുന്ന് കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ സെമി ഫൈനലിൻ്റെ അന്ന് കറണ്ട് പോയിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല. കളി തുടങ്ങുകയും ചെയ്തു. തുടങ്ങിയ സ്ഥലം കഴിയുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ചപ്പോൾ അവിടുന്ന് ഫോൺ എടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ഉണ്ടായ ടെൻഷൻ എന്ന് പറയാൻ. കാരണം കളി കാണണം, സെമിയിൽ നിന്നും ഫൈനലിലേക്ക് ആരാണ് പോകുന്നതെന്നുള്ളതെന്ന് അറിയണം. ആകെ വിഷയമായിട്ട് ചെറുപ്പക്കാർ ഇതുപോലെ തെറിയും പറഞ്ഞു ഒച്ചയും വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് അടിച്ച് പോളിക്കോടാണെന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിൽ വരിക പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെയുള്ള സംരംഭത്തിലെ വേൾഡ് കപ്പുകളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അല്ലെ വേറെ അത്ലറ്റ്സ് ആയാലും ഏത് കായിക രംഗമായാലും അല്ലെങ്കിൽ സിനിമകളാണ് അല്ലേ, ഇത് പിന്നെ കുറേ ഏറെ ആൾക്കാരായിട്ടിരുന്ന് കാണുക. പിന്നെ ലൈവ് ഷോകൾ ഇങ്ങനെ കാണുക പറഞ്ഞ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം നമ്മുടെ ഈ പണ്ട് 16mm
സ്ക്രീനിൽ സിനിമകളുണ്ടായിരുന്നു. ഉണ്ട്. അപ്പോൾ ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് ഇതിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അതൊക്കെ ഓടി വന്നു. കാരണം 16 സിനിമകൾ സ്കൂളിൽ നിന്നൊക്കെ സ്കൂളിൽ കൊണ്ട് കാണിക്കും, പൈസ കൊടുത്ത് കാണിക്കും. അതല്ലാതെ മലയോര പ്രദേശങ്ങൾ, സിനിമാ തിയേറ്റർ ഇല്ലാത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അധികം മാറി ഇത് ആ ഒരു ഓർമ്മയാണ്, ഒരു ആംബിയൻസ് ആണ് എനിക്ക് ഇതിൽ വന്നെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകൾ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഇല്ല, ജസ്റ്റ് ഒരു പ്രൊജക്ടറും ഒരു ചെറിയൊരു ഓഡിയോ സിസ്റ്റം മതി. പിന്നെ ഇന്റർനെറ്റ് വേണം, നെറ്റ് വേണം. നെറ്റ് വേണം. അപ്പം കണ്ടപ്പോ ചോദിച്ചതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പോൾ സൗണ്ട് സിസ്റ്റം നമ്മൾ അറേഞ്ച് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ആ നല്ല എഫക്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. എങ്ങനെയാണ്? അങ്ങനെ പറ്റത്തില്ല ഏട്ടാ. കാര്യം അയലോക്കത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ഫുട്ബോൾ മാച്ചോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ പഴയ ഒരു സിനിമ കാണുന്നതിന് വലിയ സൗണ്ട് വേണം, നമുക്ക് ഇരിക്കുന്ന ആൾക്ക് കേട്ടാൽ മതി. ശരി ശരി ശരി. അപ്പൊ അതിന് വലിയ ചെലവുള്ള സംഭവമൊന്നുമില്ല. ഇത് സിമ്പിളാണ്, ഒരു പ്രൊജക്ടറും ഒരു ചെറിയൊരു ഓഡിയോ സിസ്റ്റവും മതി. പിന്നെ സ്ക്രീൻ പോലും വേണമെന്നില്ല, ഭിത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രതലം മതി. വീടിന്റെ സൈഡിലൊക്കെ ഭിത്തി കാണുമല്ലോ, അതിലോട്ടൊക്കെ പ്രൊജക്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാര്യം ഞാനിത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ ഉപയോഗിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ദോശ ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് പഴയ പാട്ടുകൾ മാത്രം ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. അല്ല, വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ എന്നല്ല, എന്താ പറയുക, ഇത് അനുഭവിച്ചവർക്ക് ഇത് കിട്ടത്തില്ല. അതിലും പ്രേക്ഷകർ എല്ലാവരും ഇത് കാണുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്ക്രീനിനകത്ത് അവിടെ സിനിമകൾ നടക്കുക, നമ്മൾ കുറച്ച് പേരൊക്കെ ഇതിന് സിനിമ കാണുന്നുണ്ട്, നമ്മൾ ശല്യം ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പം ഇനി ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ ഒരു ആരെങ്കിലും വരിക, ഞങ്ങൾ ഇങ്ങനെ ഔട്ട്ഡോർ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് തരണം, ഇതിൻ്റെ കോസ്റ്റ്, അതാണ് ഏറ്റവും വിഷയം. അതാണ് കോസ്റ്റാണ് നമ്മുടെ ഇതിന് എന്താവും എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അതെന്താവും എന്നുള്ളത്? അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു നിസ്സാര കോസ്റ്റ്, ഒരു 50,000 രൂപ താഴെ ആകത്തുള്ളൂ. 50,000 രൂപ താഴെ മുടക്കി കഴിഞ്ഞാൽ നല്ല ഒരു ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്ടർ, ഒരു ചെറിയൊരു ഓഡിയോ സിസ്റ്റം മതി. പിന്നെ ഇന്റർനെറ്റ് മസ്റ്റാണ്. നെറ്റ് മസ്റ്റ്, അതേ ഉള്ളൂ. നമുക്ക് ചെറിയ സെറ്റപ്പ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് വല്ല ക്ലബ്ബോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ. അതെ 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 അതെ. അല്ല, ഞാനും പറയുന്നത് നമ്മുടെ ഈ പിന്നെ വായനശാലകൾ അങ്ങനെ ഉള്ളവർക്ക്, ഇപ്പൊ ഞങ്ങളുടെ തന്നെ എന്നതാണ് ചങ്ങനാശ്ശേരി, അവിടെ പെരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ഒരു ലൈബ്രറി ഉണ്ട്. അപ്പം അവിടുത്തെ അവർ ഇടയ്ക്ക് സ്ക്രീനിൽ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. ചില സിനിമകളോ ഒക്കെ കുട്ടികളുടെ സിനിമകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇതൊക്കെ സിനി ഗാലക്സി, അദ്ദേഹം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു സിനിമായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുട്ടിയാൽ ഇതിന് കാര്യങ്ങളെല്ലാം ചെയ്തു തരും, എന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞതുപോലെ പലർക്കും കേരളത്തിൽ നിന്നല്ല പല ഏരിയയിലുള്ളവർക്കും പലർക്കും ഇതുപോലെ ആവശ്യമായിട്ട് വരും. കാരണം കൂട്ടായ്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ, വളരെയേറെ കുറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതുപോലുള്ള സംരംഭങ്ങൾ വരുമ്പോൾ അതിന് അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടെയുള്ള ലൈവ് ഷോകളോ ഇതുപോലെ പിന്നെ കണ്ണം മാഷ് പറഞ്ഞ പോലെ ശനി ഞായറും അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം ഇതുപോലെ സ്ക്രീനിൽ ചെറിയ പഴയ പാട്ടുകളോ നൊസ്റ്റാൾജിയ പോലെ ചലച്ചിത്രങ്ങളോ ഒക്കെ കുറേയേറെ പേര് ഒന്നിച്ചിരുന്ന് വൈഡായിട്ടിരുന്ന് അല്ലെങ്കിൽ ഈ നമ്മൾ വെളിയിലുള്ള ഇങ്ങനെയുള്ള പ്രദേശത്തിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം തന്നെയാണ്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അവർ തീർച്ചയായിട്ടും നമ്മുടെ നമ്പർ ഇതിനകത്തുണ്ട്, സിനി ഗാലക്സിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കണ്ണമാഷ് നമുക്ക് വേണ്ട കുറഞ്ഞ ചിലവിലും വലിയ ചിലവിലും ഏത് ലെവലിലും ചെയ്തു തരാൻ അദ്ദേഹം താല്പര്യനാണ്. കാരണം അത് ഒരുപാട് ഇതുപോലെ വർക്കുകൾ ചെയ്ത് പരിചയസമ്പന്നനാണ്. അപ്പോൾ പരിചയസമ്പന്നുള്ള ആൾ വരുമ്പോഴത്തേനും അതിനകത്തിന് കറക്റ്റ് ഫീൽ കിട്ടും. ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ആ ഫീൽ എനിക്ക് അദ്ദേഹം തന്നു എന്നുള്ളതാണ്. ഈ അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ പ്രദേശം. പതുക്കെ കഴിച്ച് സിനിമയെ കാണണം, അത് ഭയങ്കര ഫീലാണ് കേട്ടോ, സാധ്യ ഫീൽ ചെയ്ത്. ഓക്കെ. അപ്പം കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നേ, നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് വേണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം ചെയ്യണം എന്ന് പറഞ്ഞ ആരെങ്കിലും വരികയോ ആവശ്യപ്പെടുകയോ ചെയ്യാറുണ്ട്? പിന്നെ നിരവധി ആൾക്കാരുണ്ട് അവിടെല്ലേ. പിന്നെ നമ്മള് എല്ലായിടത്തും ചെന്ന് ഈ ഇതുപോലെ ഒരു സാഹചര്യം വേണം, അല്ലെ അതിനോട് അംഗീകരിക്കുന്ന ആൾക്കാർ വേണം
ഓ അങ്ങനെ. ഞാനിപ്പോ എന്റെ കാർ ഷെഡ് 2 വണ്ടിയുണ്ട് എനിക്ക്. അപ്പൊ അതിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് ഈ സ്ക്രീൻ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഓ ആ കാർഡിഷന്റെ അത് പൊക്കി മുകളിലോട്ട് കയറ്റി കാർ അതിനകത്ത് കയറ്റി ഇടും. ആവശ്യമുള്ളപ്പോൾ അത് ആക്കും. അങ്ങനെ. ഓ ആ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. ഓ അത് ഭയങ്കര ടെക്നിക്കാണല്ലോ. ആയിക്കോട്ടെ. അതുകൊണ്ട് ഈ മറ്റേ ഭിത്തിയിലൊക്കെ ഇപ്പൊ ഇവിടുന്നാണ് ഈ ഭിത്തിയിലോട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ എന്നാലും സ്പേസ് കുറവാണ്. ആ ഇത് വെള്ളഭിത്തി അല്ലേ ആണെങ്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഇത് ഇന്ത്യയിൽ എവിടെയും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് ചെയ്തു. നമ്മുടെ ഹോം തിയേറ്റർ പിന്നെ വീടുകളിലാണ്, അല്ലെങ്കിൽ ക്ലബ്ബുകൾ ഇതൊക്കെ. പക്ഷെ ഇതുപോലുള്ള സംരംഭങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും വിളിച്ചാലും ചെയ്തെടുക്കാൻ പറ്റും. പദ്ധതി ഇത് ഒരു വളരെ നല്ല സംഭവമാണ്. കാര്യം പണ്ടൊക്കെ സിനിമാ പ്രദർശനങ്ങളും സിനിമകളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അന്യം നിന്ന് പോയെന്നല്ല, ഇപ്പം അതില്ല. കാരണം ആരും അങ്ങനെ മെനക്കെടാറില്ല. പക്ഷേ ഇതുപോലുള്ള ഇത് കണ്ടില്ല, അദ്ദേഹം സ്ക്രീൻ വെച്ച് ഇതുപോലെ തട്ടയുടെയൊക്കെ സെറ്റ് ചെയ്ത് സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുത്തി അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി. അതൊരു പ്രത്യേക ഒരു മനസ്സാണ്. കാരണം ആ സിനിമയോടുള്ള ആ ഒരു അംബിഷൻ, ഒരാഗ്രഹം അദ്ദേഹം ഇങ്ങനെ തീർക്കുന്നു. ആയാലും അതും പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം കേട്ടോ, എൻ്റെ തീർത്ഥ എന്ന പരിപാടിയിൽ ഇങ്ങനൊരാളെ പരിചയപ്പെടാനും ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും തിയേറ്ററുകളും ഈ പറഞ്ഞ ഔട്ട്ഡോർ ഉള്ള തിയേറ്ററുകളും ഒക്കെ ചെയ്തു തരാൻ അദ്ദേഹം സന്നദ്ധനാണ്. നമ്മുടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ കൂട്ടായ്മയിലായാലും ഒറ്റയ്ക്കായാലും എങ്ങനെയായാലും നമ്മളുള്ളത് പറഞ്ഞാൽ മതി, അദ്ദേഹം വന്ന് അന്തസ്സായിട്ട് പൊളി സംഭവം ചെയ്തു തരും. ഇതൊരു വലിയൊരു അനുഭവമാണ്. അപ്പം ഞാൻ ഈ വരുന്ന എപ്പിസോഡുകളിൽ അദ്ദേഹം ചെയ്തു വെച്ച തിയേറ്ററുകളും ഇതുപോലുള്ള ഔട്ട്ഡോർ സംഭവങ്ങളും ഒക്കെ ഞാൻ കാണിക്കാൻ വരുന്നുണ്ട്. അപ്പം ഗണമാഷേ പറഞ്ഞ തീരാത്ത അത്ര നന്ദിയുണ്ട് കേട്ടോ. കാര്യം താങ്കളുടെ മനസ്സ് അതിൻ്റെ റൂട്ട്, കാരണം താങ്കൾ കാണുന്ന സിനിമയും താങ്കൾ കാണുന്ന കാഴ്ചപ്പാടും മനുഷ്യനെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ആസ്വാദനമാക്കിയെടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് താങ്കളുടെ മനസ്സിലുണ്ട്. അതുപോലെ താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള സംരംഭം തന്നെ വിളിച്ചറിയിച്ചു എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നു ചോദിച്ചതിനകത്ത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതായാലും നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ പല തിയേറ്ററുകൾ കേരളത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ചെയ്തിട്ടുണ്ട്. 500-600 തിയേറ്ററിന് മേളിൽ അദ്ദേഹം ഹോം തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും നമുക്കൊന്ന് കാണണം, നമുക്ക് കാണിച്ചിരിക്കും. അത് കണ്ടാലും വേണ്ട, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ കിട്ടി സംഭവം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറുകളും കാര്യങ്ങളും ഉണ്ട്. സിനി ഗാലക്സി കണ്ണൻ, അദ്ദേഹത്തെ ബന്ധപ്പെടുക. അല്ലെങ്കിൽ കണ്ണൻ സാഗറായ ഞാനും കണ്ണന, അതും കണ്ണന ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ദോശ അടിക്കുന്നോ വേണ്ട? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്തതിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വലിയ കലാകാരന്മാരെ ഞങ്ങളെ അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും അദ്ദേഹത്തിനുള്ള സ്നേഹവും അദ്ദേഹത്തിന് നമുക്ക് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്ന് സസ്നേഹം. ബായ്. കണ്ണൻ സാഗർ.